നമസ്കാരം. വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൂട്ടറും ലാപ്ടോപ്പും പകുതി വിലയ്ക്ക് വാങ്ങാൻ പോയവർക്ക് പണി കിട്ടി. നഷ്ടമായത് കോടികൾ. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. തൊടുപുഴ കോളാമ്പ്ര ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ചൂരകുളങ്ങര വീട്ടിൽ അനന്തുകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ ബ്ലോക്കിനു കീഴിൽ സൊസൈറ്റി ഉണ്ടാക്കിയിരുന്നു. 9 കോടിയോളം രൂപ ആദ്യ തട്ടിപ്പ്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കിനു കീഴിലും ഇത്തരം സൊസൈറ്റികൾ ഉണ്ടാക്കി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. 2022 മുതൽ സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവ 50% ഇളവിൽ നൽകുമെന്ന് പറഞ്ഞ് സന്നദ്ധ സംഘടനകളെയും മറ്റും സൊസൈറ്റികളെയും സ്വാധീനിച്ചായിരുന്നു തട്ടിപ്പ്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കിയായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടാനുമായിരുന്നു തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത്. പ്രതി അടിമാലി സ്റ്റേഷനിലെ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിട്ടുണ്ട്. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ച നടത്തുമ്പോഴാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ഭൈരവ് എക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ്, സബ് ഇൻസ്പെക്ടർമാരായ PC ജയകുമാർ, ബിനോ ഭാർഗവൻ, സീനിയർ CPOമാരായ CK മീരാൻ, CK ബിപിൻ മോഹൻ, KA അനസ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തട്ടിപ്പിന് ഇരയായ ഒരുപാട് ആളുകൾ ഇപ്പോഴും പരാതിക്കായി സ്റ്റേഷനിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.